നമ്മുടെ വീട്ടിൽ പലപ്പോഴും പല മൃഗങ്ങളെയും നമ്മൾ വളർത്താറുണ്ട്. പശുവിനെ വളർത്തുന്നവരുണ്ടാവാം, ആടിനെ വളർത്തുന്നവരുണ്ടാവാം, പൂച്ചയെ വളർത്തുന്നവരുണ്ടാവാം, കോഴി ഉൾപ്പെടെയുള്ള താറാവ് ഉൾപ്പെടെയുള്ള പക്ഷികളെ വളർത്തുന്നവരുണ്ടാവാം. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയുകയാണ്, അവയോടൊക്കെ നീതിപൂർവം കാരുണ്യം കാണിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വളർത്തിയാൽ മതി. അല്ലെങ്കിൽ അവയുടെ ശാപമേൽക്കേണ്ടി വരും. അത് വലിയ നാശത്തിന് കാരണമാകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തറാഹമു. ശ്രദ്ധിക്ക് സഹോദരാ, ശ്രദ്ധിക്ക് സഹോദരി, എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തറാഹമു. നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നത് വരെ സ്വർഗത്തിലേക്ക് കടക്കൂല. ഫഖാലു, സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് കുല്ലുനാ റഹീം. അതെന്ത് പറയാനാ നബിയെ, ഞങ്ങളെല്ലാവരും അങ്ങനെ കരുണ കാണിക്കുന്നവരാണല്ലോ, ഞങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നവരാണ്. ഖാല, ഹബീബിന്റെ മറുപടി, ലൈസ ബിറഹ്മതികും ഖാസ, ലൈസ ബിറഹ്മതികും ഖാസ ബൽ റഹ്മതികും ആമ്മ. ഞാനാ പറഞ്ഞ കാരുണ്യേ, അത് നിങ്ങൾ തമ്മിൽ മാത്രമുള്ള കാരുണ്യത്തിന്റെ കാര്യമല്ല. നിങ്ങൾ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മാതാപിതാക്കൾ മക്കളോട്, മക്കൾ മാതാപിതാക്കളോട്, കുടുംബത്തിലുള്ള കാരുണ്യം, പിന്നെ നിങ്ങളെ കൂടെയുള്ളവരോടുള്ള കാരുണ്യം, നിങ്ങൾ നിങ്ങളുടെ മതത്തിനുള്ളിൽ ഒതുങ്ങിയ കാരുണ്യം, ഇത് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബൽ റഹ്മതികും ആമ്മ, പൊതുവായ കാരുണ്യം. ആ കാരുണ്യമുണ്ടെങ്കിലേ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂ. അത് മനുഷ്യരോട് മൊത്തത്തിൽ ഉണ്ടാവണം. സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോട് മാത്രമല്ല, മറ്റുള്ള സമുദായത്തിലുള്ളവരോടും ഈ കാരുണ്യമുണ്ടാകണം. മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും ഈ കാരുണ്യമുണ്ടാവണം. മൃഗങ്ങളോട് മാത്രമല്ല, പ്രകൃതിയോട് കാരുണ്യമുണ്ടാകണം. അങ്ങനെ എല്ലാത്തിനോടുമുള്ള ഒരു കാരുണ്യം കൊണ്ട് കൽബ് നിറയുമ്പോഴാണ് പൂർണ്ണമായ ഈമാനുള്ളവരായി മാറി ആ നിലയിൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിക്കേണ്ട ഒരു വർത്താനല്ലേ. ഇസ്ലാമിനെ കുറിച്ച് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും ഒക്കെ പ്രസ്ഥാനമാണ്, മതമാണ് എന്ന് പരിചയപ്പെടുത്തുന്നവർ ഈ ദീനിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്, അവരതറിയാത്തത് കൊണ്ടാണ്. ലൈസ ബിറഹ്മതികും ഖാസ ബൽ റഹ്മതികും ആമ്മ. എല്ലാത്തിനോടുമുള്ള കാരുണ്യം, ആ കാരുണ്യം നിങ്ങൾക്കുണ്ടെങ്കിലേ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുള്ളൂ എന്ന് പറഞ്ഞതിൽ മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളും പെട്ടു, പ്രകൃതിയും പെട്ടു, എല്ലാം പെട്ടു. എല്ലാത്തിനോടുമുള്ള കാരുണ്യം. അങ്ങനെയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ ക്ലാസ്സിലല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ അടുത്തേക്കൊക്കെ മൃഗങ്ങൾ സങ്കടം പറഞ്ഞ് ഇങ്ങോട്ട് വരുമായിരുന്നു. നബിയുടെ അടുത്തേക്ക് വന്ന് സങ്കടം പറയായിരുന്നു. നബി തങ്ങളോട് മൃഗങ്ങൾക്ക് പോലും താല്പര്യമായിരുന്നു. മൃഗങ്ങളോടും കാരുണ്യം കാണിക്കണം. നമ്മുടെ വീട്ടിൽ പലപ്പോഴും പല മൃഗങ്ങളെയും നമ്മൾ വളർത്താറുണ്ട്. പശുവിനെ വളർത്തുന്നവരുണ്ടാവാം, ആടിനെ വളർത്തുന്നവരുണ്ടാവാം, പൂച്ചയെ വളർത്തുന്നവരുണ്ടാവാം, കോഴി ഉൾപ്പെടെയുള്ള താറാവ് ഉൾപ്പെടെയുള്ള പക്ഷികളെ വളർത്തുന്നവരുണ്ടാവാം. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയുകയാണ്, അവയോടൊക്കെ നീതിപൂർവം കാരുണ്യം കാണിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വളർത്തിയാൽ മതി. അല്ലെങ്കിൽ അവയുടെ ശാപമേൽക്കേണ്ടി വരും. അത് വലിയ നാശത്തിന് കാരണമാകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തേ പറഞ്ഞത്? നമ്മുടെ കൂട്ടത്തിൽ പശുവിനെ വളർത്തുന്നവരുണ്ടാവും, അല്ലേ? ഉണ്ടാവും, നല്ല കാര്യമാണ്.
ആടിനെ വളർത്തുന്നവരുണ്ടാവും. ആടിനെ വളർത്തൽ നല്ലതാണ്. ആടിനെ വളർത്തുന്നവർക്ക് പ്രത്യേക ബറക്കത്തുണ്ടാകും. അമ്പിയാക്കളൊക്കെ ആടിനെ വളർത്തിയവരും അതിനെ മേഞ്ഞ് നടന്നവരുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില വീട്ടിൽ പൂച്ചകൾ ഉണ്ടാകും, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നായയെ വളർത്തണമെങ്കിൽ മാത്രമേ നിബന്ധനകളുള്ളൂ. ഒന്നിരിക്കെ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവണം, അല്ലെങ്കിൽ മറ്റു വല്ല ഫിത്നകളും ഭയപ്പെടണം. കൃഷിനാശമോ മറ്റോ വല്ല മൃഗങ്ങളും വന്ന് നശിപ്പിക്കുന്നുള്ള പേടിയുണ്ടെങ്കിൽ അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി നായയെ അതിന്റെ നിബന്ധനകൾ പാലിച്ച് വളർത്താം. അങ്ങനെ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നവർ വീട്ടിലുണ്ടാവാം. ചില വീട്ടിൽ കോഴികൾ ഉണ്ടാകും, ചില വീട്ടിൽ പ്രാവുകൾ ഉണ്ടാകും, ചില വീട്ടിൽ മുയലുകൾ ഉണ്ടാകും. ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. പ്രാവിനെയൊക്കെ കൂട്ടിലിട്ട് വളർത്തുന്നവരുണ്ടാകും, തത്തയെ കൂട്ടിലിട്ട് വളർത്തുന്നവരുണ്ടാകും. തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവയോട് നീതി പുലർത്താൻ കഴിയണം. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? സ്പീഡ് കൂടിയോ? നിങ്ങളോടാണ് ഈ പറയുന്നത്. സ്പീഡ് കൂടിയോ? അവയോട് നീതി പുലർത്താൻ കഴിയണം. നമുക്ക് പലപ്പോഴും പല പരിപാടികളുണ്ടാവും, പല ബന്ധു വീട്ടിലും പല സൽക്കാരങ്ങളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ കുടുംബസമേതം ടൂറ് പോവും. ആ സമയത്തൊക്കെ നമ്മളെ വീട്ടിൽ ആ ജീവികൾ ഉണ്ടാവും. അത് വിശന്ന് കഷ്ടപ്പെട്ട് ദാഹിച്ച് വലഞ്ഞ് ബുദ്ധിമുട്ടിയിട്ട് കരയുന്നുവെങ്കിൽ ആ കരച്ചിൽ വെറും ഒരു കരച്ചിലാവില്ല, അത് നമ്മളെ ശപിക്കലാകും എന്ന് നമ്മൾ തിരിച്ചറിയണം. മൃഗത്തോട് കാരുണ്യം കാണിക്കണം. എന്തിനാണ് ഒരു പൂച്ചയുടെ കാരണത്താൽ ഒരു പെണ്ണ് നരകത്തിലെത്തി എന്ന് നമ്മളെ പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ പെണ്ണാവട്ടെ അത്യാവശ്യം നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സുബ്ഹാനല്ലാഹ്, ദഖലത് ഇംറഅത്തുൻ നാർ ഫീഹി റാ. ഒരു പൂച്ചയുടെ കാരണത്താലാണ് ഒരു പെണ്ണ് നരകത്തിൽ പ്രവേശിച്ചതെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാര്യമെന്നറിയോ? അവളുടെ വീട്ടിൽ ഒരു പൂച്ചയുണ്ടായിരുന്നു. ആ പൂച്ചയെ അവൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കെട്ടിയിട്ടു, ബന്ധിച്ചു. ലം തുതഇംഹാ വലം തദഅഹാ. ആ പൂച്ചക്കവൾ ഭക്ഷണം കൊടുത്തോ? കൊടുത്തില്ല. എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് കരുതി ആ പൂച്ചയെ ഒഴിവാക്കി വിട്ടോ? അതുമില്ല. അങ്ങനെ ആ പൂച്ച വിശന്ന് വലഞ്ഞ് ചത്തുപോയി. ഈ ഒരു കാര്യത്തിൽ ആ പെണ്ണിനോട് ഇലാഹായ റബ്ബിന് വെറുപ്പായി. ആ കാരണത്താൽ ആ പെണ്ണ് നരകത്തിലായി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനഃപൂർവ്വം നമ്മളൊരു ജീവിയെയും അങ്ങനെ ഇടങ്ങാറാക്കാൻ പാടില്ല. ചിലപ്പോ അശ്രദ്ധയിലൊക്കെ വന്നു പോകാം. അശ്രദ്ധയിൽ വന്നു പോയാൽ അതിന് അള്ളാന്റെ അടുത്തുനിന്ന് കുറ്റം ഉണ്ടാവില്ല. മുമ്പൊരിക്കൽ ഞാനിവിടെ ഈ ഒരു വിവരം പറഞ്ഞപ്പോ പിന്നെണ്ടൊരു സഹോദരി ചോദിക്കുന്നു, ഉസ്താദെ, ഈ വയല് പറഞ്ഞത് മുതൽ പിന്നെ കിടന്നിട്ട് തന്നെ ഉറക്കു വരുന്നില്ല. എന്തേ കാര്യം എന്നറിയോ? ഞാൻ മുമ്പൊരിക്കൽ അതൊരു 10-20 കൊല്ലായിട്ടുണ്ടാവും, ഒരു 10-20 കൊല്ലായിട്ടുണ്ടാവും. മീനിങ്ങനെ അടുപ്പിന്റെ അടുത്തിരുന്ന് നന്നാക്കായിരുന്നു. അപ്പൊ പൂച്ച വന്നപ്പോ പൂച്ചയെ ആട്ടിയിട്ട് പൂച്ച വീണ്ടും വീണ്ടും വരികയാണ്. അപ്പൊ അടുപ്പിന്റെ താഴ്ഭാഗത്തേക്ക് പൂച്ചയായിട്ട് ഉന്തിയിട്ട് അതിനൊരു ഡോറുണ്ടായിരുന്നു. ആ ഡോറങ്ങ് അടച്ചു. പൂച്ച അതിൽ കണ്ടാക്കിയിട്ട് ഡോറങ്ങ് അടച്ചു. സംഗതി ഞാനത് മറന്നുപോയി. 2-3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് പൂച്ച ചത്തടക്ക. അങ്ങനെ അന്ന് അതിനെ കുറിച്ചിട്ടു. പിന്നെ അതിനെ കുറിച്ചുള്ള ആലോചനയൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളെ വയല് കേട്ടപ്പോൾ മനുഷ്യന് ബേജാറായി, ഇപ്രാളായി, അസ്വസ്ഥമായി, ഉറങ്ങാൻ കഴിയുന്നില്ല. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അമീൻ പറഞ്ഞേക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇത് ഒരു അശ്രദ്ധ മൂലം വന്നതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. നമ്മളെ മക്കളാണ്, നമ്മൾ അങ്ങനെ ചെയ്യോ? പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഒരു പൂച്ചയുടെ കാരണത്താലാണ് ഒരു പെണ്ണ് നരകത്തിൽ പ്രവേശിച്ചത്. ലം തുതഇംഹാ വലം തദഅഹാ.
ഒന്നും കഴിക്കാൻ കൊടുത്തില്ല. എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് കരുതി അതിനെ കെട്ടഴിച്ച് വിടുകയും ചെയ്തില്ല. ഇതേ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു നായയുടെ കാരണത്താൽ ഒരു വേശ്യയായ പെണ്ണിന് അല്ലാഹു ഹിദായത്ത് കൊടുത്ത് സ്വർഗപ്രവേശനം നൽകുകയും. അതിലൊക്കെ വലിയ പാഠങ്ങളില്ലേ? ഒരു നായക്ക് വെള്ളം കൊടുത്തു എന്നുള്ളൊരു കാരണത്താൽ ഒരു പെണ്ണിനോട് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം തോന്നി. ആ പെണ്ണാവട്ടെ വേശ്യയായിരുന്നു, തമ്മാടിയായിരുന്നു. അവളൊരു വഴിയിലൂടെ അങ്ങനെ നടക്കുകയാണ്, ദാഹിച്ച് തൊണ്ട വരണ്ട്. അങ്ങനെ ഒരു കിണർ കണ്ടപ്പോൾ അവൾ തന്റെ കാലിൽ നിന്ന് ഹുഫ അഴിച്ചു. ആ ഹുഫ കിണറ്റിലേക്ക് കെട്ടിത്താഴ്ത്തി അതിൽ നിന്ന് വെള്ളം കോരിയെടുത്തു, വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് ആ ഹുഫ തിരിച്ചവൾ വീണ്ടും നടക്കുമ്പോഴാണ് ഒരു രംഗം കണ്ടു. ഒരു നായ, ആ നായ അങ്ങനെ മണ്ണ് നക്കുന്ന ഒരു കാഴ്ച ആ പെണ്ണ് കണ്ടു. ഇടയ്ക്കിടയ്ക്ക് നായ നാവ് പുറത്തിടുന്നു, വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അവൾ ചിന്തിച്ചു, അല്പം മുമ്പ് ഞാൻ സഹിച്ച ദാഹം പോലെ ഈ നായയും ദാഹം സഹിക്കുന്നുണ്ട്. ഒരല്പം വെള്ളം കിട്ടിയാൽ അതിന് വലിയ ആശ്വാസമാകുമെന്ന് കരുതി ഇവൾ തിരിച്ച് ആ കിണറിന്റെ അടുത്തേക്ക് നടന്നു. ഹുഫ ഊരി ആ ഹുഫ കിണറ്റിലേക്ക് കെട്ടിത്താഴ്ത്തി വെള്ളം കോരി കൊണ്ടുവന്നു, നായ കൊഴിച്ചു കൊടുത്തു. ആർത്തിയോടെ നായ വെള്ളം നക്കി കുടിച്ചു. ഈ പെണ്ണ് തെമ്മാടിയാണ്. പക്ഷെ ഇവളുടെ ഈ ഒരു പണി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇവളെ ചെയ്ത കാര്യം അല്ലാഹുവിന് വലിയ താല്പര്യമായി. അവൾ ചെയ്ത ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തു. അവൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തു. അവൾ മുഅ്മിനത്തായി. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളോട് നമ്മൾ കല്യാണത്തിന് പോയി, സൽക്കാരത്തിന് പോയി, മറ്റെന്തോ പരിപാടിക്ക് പോയി, വീട്ടിലുള്ള പശുവാവട്ടെ, ആടാവട്ടെ, പൂച്ചയാവട്ടെ, നമ്മൾ വളർത്തുന്ന കോഴികൾ, താറാവുകൾ, മുയലുകൾ, മറ്റ് തത്ത പോലെയുള്ള പക്ഷികൾ ഏതോ ആവട്ടെ, അവക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആര് തന്നെയാകും? നമ്മളാ. നല്ലോണം പടച്ചവനോട് മറുപടി പറയേണ്ടി വരും. അങ്ങനെയൊക്കെ വിശന്നിട്ട് ഒരു മൃഗമെങ്ങാനും ചത്തുപോയാൽ യാ അല്ലാ, അതിന്റെ ശാപം ഏൽക്കാൻ ഏറെ സാധ്യതയുണ്ട്. ചാവണമെന്നില്ല, അത് വിഷമിച്ച് കരയുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കും. ആ കരച്ചിൽ ഒരു വെറും കരച്ചിൽ അല്ല. എല്ലാ ജീവികളോടും കരുണ കാണിക്കൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം